എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസിൻ്റേതാണ്. അതുപോലെ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് വെജിറ്റബിൾസ് മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ റൈസിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്, സ്മോൾ ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ക്യാരറ്റ്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടറ്റോ, ഒരു 5 ബീൻസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇത്ര മാത്രമേ റൈസിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ട വേണം. അതുപോലെ ഒരു 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, കുറച്ച് പെരുംജീരകം. വെജിറ്റബിൾ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി റൈസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ട് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തേക്കുന്നതാണിത്. ശേഷം നമുക്കൊരു പാൻ വെച്ച് ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലാണ് കേട്ടോ നമ്മൾ ഈ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരുംജീരകം ഇത്രയും ചേർത്ത് നമുക്കതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ കുറച്ച് കാഷ്യൂം കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒരു പകുതി വഴന്നതിന് ശേഷം മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് അതും ഒന്ന് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കാഷ്യൂ മുന്തിരിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. വലിയ പീസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ റൈസ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് കടിക്കുമ്പം വലിയ രസം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. വെജിറ്റബിൾസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസിന് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റൈസിലേക്ക് ഞാൻ 2 കപ്പ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് റൈസിന് വേണ്ട ആവശ്യമുള്ളത്രയും സോൾട്ട് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ സോൾട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു 12 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വേവിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ റൈസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.